മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തേങ്ങ അരയ്ക്കാതെ ഒരു മാങ്ങാക്കറിയാണ്. നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു നുള്ളു ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ പൊട്ടിയിട്ടുണ്ട്. നമുക്ക് 1 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. 2 ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില, നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി. നമുക്ക് മുളക് പൊടി, മല്ലിപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം. 2 സ്പൂൺ മല്ലിപ്പൊടി ആദ്യം നമ്മളിട്ട് നന്നായിട്ടൊന്ന് മൂത്തിട്ടേ മുളക് പൊടി ഇടാവുള്ളൂ. മല്ലിപ്പൊടിക്ക് കുറച്ച് മൂപ്പ് അധികമാണ്. നേരത്തെ അത് പറഞ്ഞിട്ടുണ്ട്. കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. ഈ അരപ്പ് മൂപ്പിക്കുമ്പോൾ കുറച്ച് എണ്ണ വേണം നമുക്ക്. നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1.5 സ്പൂൺ മുളക് പൊടി. മാങ്ങ ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഈ മാങ്ങാക്കറി ഉണ്ടാക്കുമ്പോൾ തിളച്ച വെള്ളമാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം. നമ്മുടെ മാങ്ങാക്കറി വെന്തോന്ന് തുറന്ന് നോക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു നുള്ള് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മാങ്ങാക്കറി വയ്ക്കാൻ. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.